ഹലോ ഗായ്സ്, ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് രാവിലെ എവിടെ പോണ്? ദൂരെ ഒരു സ്ഥലം. അങ്ങനെ ഇന്ന് ബാംഗ്ലൂരിൽ ചുമ്മാ ഒന്ന് കറങ്ങി കാണാമെന്ന് വെച്ചു. കുറേ നാളെ ഞങ്ങൾ കറങ്ങാനൊക്കെ പോയിട്ട്. അപ്പോൾ രാവിലെ എണീച്ചപ്പോഴത്തേക്ക് ചക്കുപ്പി ഇതാണ്ട് അമ്മൂസ് വരുന്നുണ്ട്. ചക്കുപ്പി ആണെങ്കിൽ ഇവിടുന്ന് രാവിലെ പുള്ളിക്കുയിലിനെ കണ്ടോന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ട്. അത് പുള്ളിക്കുയിലാണോ അറിയത്തില്ല, പുള്ളാണോ അറിയത്തില്ല, ഒരു സാധനം ആണെന്ന് തോന്നട്ടോ. അത് അലയ്ക്കുന്നുണ്ട്. അതിനെ കാണിച്ചാലും ആണോ? രണ്ടെണ്ണം ഉണ്ടോ? വയസ്സ് കാണുന്നുണ്ടോ? തോണ്ടൊരു പുള്ളിക്കുയിലുണ്ടോ? അതൊരു പുള്ളിക്കുയില്. പിന്നെ തോണ്ടാ മേളിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്താ എവിടാ? അതിനെ കണ്ടില്ല. ഇതെവിടെ പോയി? ഇതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. ഇതിനെ കേട്ടോ ഇപ്പൊ ക്യാമറ നല്ലതായിട്ട് കാണാൻ പറ്റുന്നേ. രാവിലെ ഇവിടെ വന്ന് നലിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 4 കൂടെ ഉണ്ടെന്ന് അമ്മൂസ് പറയുന്നുണ്ട്. ഈ മരത്തിൽ ഇപ്പം മൊത്തം കുയിലുകളാണ്. നല്ല രസമാണ്. ഞാനും ചക്കുപ്പം ഇടയ്ക്ക് ഇവിടെ നിന്ന് പോകും, അമ്മൂസും പോകും, ഇപ്പം ഇവന്മാരും പോകും. അലക്കുന്നുണ്ടോ? അങ്ങോട്ട് കൊണ്ടൊക്കെ നോക്കുക. ഇടയ്ക്ക് കാക്കാൻ വേണ്ടി ഭയങ്കര അടി ഉണ്ടാക്കുകയാണ്. അങ്ങനെയുള്ള പോകാനൊക്കെ റെഡി ആയിട്ട് വന്നിരിക്കുവാണ്. ചക്കുപ്പിയെ കാണണം നിങ്ങൾ. ചക്കുപ്പി എവിടെ പോണ്? രാവിലെ ഭയങ്കര മഴയാ പുറത്ത് കേട്ടോ. മഴയില്ല, മഴക്കോളും ഭയങ്കര ഫോഗ് അടിച്ചിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ കണ്ണാടിക്ക് വെച്ച് അവിടെ പോകണം. എന്തോ കണ്ണ് കാണാനൊക്കെ സത്യം. ഞാൻ അമ്മൂസ് ഇവിടെ ഒരുങ്ങി പൂക്കളം ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നിപ്പുണ്ട്. അല്ല അപ്പോൾ ടോപ്പ്. ഇതെന്താ ഗെറ്റ് റെഡി വിത്ത് മീ ആണോ? അമ്മയും മോനെ ഒന്നും മൊത്തം പൂക്കളാണല്ലോ. അയ്യോ എനിക്ക് പൂക്കളില്ല. എന്നാ പിന്നെ ബാ നമുക്ക് പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പോരെ. ഞങ്ങൾ പോകുന്ന വഴി കാണിക്കാം. ഇന്ന് ഫുള്ള് കറക്ക. വൈകുന്നേരമേ ഞങ്ങൾ വരത്തുള്ളൂ. കാരണം ഞങ്ങളിപ്പോൾ പോകുന്നതിന് കാരണം ചക്കുവിന് സ്കൂൾ ഇപ്പോൾ അടുത്ത ആഴ്ച തുറക്കുകയെ. അപ്പോൾ പിന്നെ വേറെ എങ്ങും പോകാൻ പറ്റൂല. പോകാൻ പറ്റുമല്ലോ ടീമോ. ശനി ഞായർ അവധിയില്ലേ? ശനി ഞായർ അവധി. എന്നാലും ചക്കുപ്പി ഇപ്പോൾ 2 മാസമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കല്ലോ, എങ്ങും പോയില്ല. ഞങ്ങൾ ആ പടം കണ്ണൂരാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വെച്ചു. ചക്കൊന്നപ്പാ വിട്ടേക്കാം. ഇപ്പം എന്താണ്ട് ഉള്ള ടോയ് എല്ലാം എടുത്തുകൊണ്ട് വരുമോ? വണ്ടിയെ കൊണ്ടുവന്നിട്ട് ചക്കുപ്പി ഷൂ ഒക്കെ ഇടാൻ പോകുന്നത്. ഇവനെ ഷൂ ഇടിച്ചില്ലെങ്കിലേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെരുപ്പൂരി കളയുന്ന സ്വഭാവമുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചെരുപ്പിട്ടതാന്ന് പറയും. അങ്ങനെ ചക്കുപ്പി എല്ലാം റെഡി ആയിട്ട് കഴിക്കുന്നു ഗൈസ്. എന്നാ പോയേക്കാം. നിനക്ക് എന്തിനാ പറയാനുള്ളത്? പെട്ടെന്ന് ഓടി വാ. പിന്നെ എന്തോ വില്ലം വരുവാണോ? അപ്പൊ കഴിച്ച് ഞങ്ങൾ പോയിട്ട് വരാം കഴിച്ച്. ചക്കുപ്പി കണ്ട് ഇറങ്ങി വെളിയിലൊക്കെ നിൽപ്പുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകണം ഗൈസ്. പണ്ട് ഞാൻ ഒരു മുല്ല കാണിച്ച് ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. ഒരു 2-2.5 കൊല്ലമായിട്ട് പൂക്കാത്തൊരു മുല്ല. അതിനകത്ത് പൂവന്ന് ഗൈസ്. 3 പൂവന്ന്. അതേണ്ട ഇവിടെ ഉണ്ട് കേട്ടോ. അതേണ്ട ഇവിടെ കുറേ മുട്ട വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെയാണ് മുല്ല പൂത്ത് ഗൈസ്. ഇവർക്ക് കുശും പിടിച്ചെന്ന് തോന്നുന്നു. ഇതൊരു ഊട്ടിപ്പൂവാണ്. അതെ, ഈ മുല്ലെന്ന പേരുള്ള എല്ലാം കുശുമ്പാന്നാ തോന്നുന്നു. ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഒരു മുല്ലുണ്ട്. ആ മുല്ല ഇത് കാണുവാണെങ്കിൽ തന്നെ ഞങ്ങളുടെ മുല്ല പൂത്തു കണ്ടോ? അതേ താഴെ വേറൊരു മുല്ലപ്പുണ്ടല്ലോ. ഇതേ താഴെ വേണ്ട ഒരു മുല്ലമുട്ടുണ്ട്. ഞാൻ അപ്പം മുല്ലയുടെ കഥ കഴിഞ്ഞു ഗൈസ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ചക്കുപ്പി പോവല്ലേ ഗൈസ്? അങ്ങനെ ഞങ്ങൾ രാവിലെ നന്ദി ഹിൽസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ ഇറങ്ങിയില്ല വീട്ടിൽ നിന്ന്. മുത്ത് പറഞ്ഞേ നമുക്ക് 6 മണിയൊക്കെ ആകുമ്പോൾ ഇപ്പം എന്തായാലും അവിടെ പോയാൽ ഫോഗ് ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഒരു 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ 8:30 എങ്ങാണ്ടായി. ഇപ്പം തേണ്ട 10:15 ഇപ്പോഴും എന്നോ ബ്ലോക്കാണ്. ഒരിക്കലും ഇല്ലാത്തതിൻ്റെ കൂട്ട് നല്ല ബ്ലോക്കാണ് ഇന്ന് റോഡിൽ ഗൈസ്. തിരക്ക് കണ്ടോ ഇവിടത്തെ? എപ്പോൾ തൊട്ട് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയാണെന്നറിയോ? സത്യം പറഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് അങ്ങ് ഉറക്കവും വരുമോ. മുത്ത് ഉറങ്ങാനും സമ്മതിക്കുന്നില്ല.
ഇന്ന് ശനിയാഴ്ച ആയിക്കോട്ടെ, എന്താണ് ഇത്ര തിരക്ക്? തിരിച്ച് രാത്രി ഇങ്ങോട്ട് വരുമ്പോ ഇതിനേക്കാളും ബ്ലോക്ക് ആയിരിക്കും. ഇപ്പൊ ഈ സമയം ആയതുകൊണ്ടാണ് ബ്ലോക്ക്. ഓഫീസിൽ പോകുന്ന ടൈം നല്ല തിരക്കാണ്. 10 മണിക്കല്ലേ ഓഫീസിൽ കയറേണ്ട ടൈമല്ലേ? ഇത് 10:15 ഇതാണ് മാൾ ഓഫ് ഏഷ്യ എന്ന് പറയുന്നത്. ഞാൻ ഇവിടുത്തെ വലിയൊരു മാൾ പുതുതായിട്ട് തുടങ്ങിയതല്ലേ? മറ്റേ വലിയ ക്രിസ്മസ് ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? അപ്പൊ സ്ഥലത്തിന്റെ പേര് ഞങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല. യശ്വന്ത്പൂർ ആണെന്ന് തോന്നുന്നു. പുറകിൽ ഞാൻ ഒരു ബോർഡ് കണ്ടായിരുന്നു, യശ്വന്ത്പൂർ. ഞങ്ങളിപ്പം കെമ്പഗൌഡ എയർപോർട്ട് ആകാറായി ഗൈസ്. ഇപ്പൊ ഇനിയും ഫ്ലൈറ്റ് ഒക്കെ കാണാതിരിക്കും. എവിടെ തോണ്ട് പോകുന്നുണ്ട് ആകാശത്തൂടെ, കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തേലും പറയുമ്പോ മുത്ത് കളിയാക്കുകയാണ് ഗൈസ്, അതുകൊണ്ട് ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ മൂടില്ലാത്തത്. അയ്യോ, അല്ലാതെ ഉറക്കം നോക്കിട്ടിരുന്നിട്ടല്ല, ഇവിടുത്തെ മാണ്ടിരുന്നിട്ട് ഞാനിപ്പോ തട്ടി ഉണർത്തി അതുകൊണ്ട് ഫ്ലൈറ്റ് പോകുന്നത്. പിന്നെ തോണ്ട് അടുത്ത ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. കണ്ട ചക്കുത്തോണ്ട് ആ ടവറിന്റെ അതിലെ നോക്ക്. ചക്കുനെ കാണത്തില്ല, ഇപ്പുറത്ത് വരണം. ചക്ക് തോണ്ട് നേരെ നോക്കണം, നേരെ നോക്ക്, മുന്നിലോട്ട് നോക്ക്. നോക്കടാ, കണ്ടോ കണ്ടോ, മുന്നിൽ കൂടെ നോക്കാം, ലൈംഗം ഇടയിൽ കൂടെ കണ്ടോണ്ട് ചക്കു. ഈ വെളുപ്പിനെ വരുമ്പോ കൊറേ ഫ്ലൈറ്റുകൾ കാണാം. വണ്ടിയുടെ ഒപ്പത്തിന് അത് കുറച്ചുകൂടെ താന്നാ കാണുന്നേ. ഗൈസ് തോണ്ട് അടുത്ത ഫ്ലൈറ്റ് പോകുന്നുണ്ടോ? കാണുന്നുണ്ടോ? തോണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ആ സിഗ്നലിന്റെ അവിടെ നോക്ക്. ഇപ്പൊ ഞാനാണെങ്കിൽ പ്ലെയിൻ കണ്ടിട്ടില്ലാത്ത കൊച്ചു പിള്ളേർ. ഗൈസ് തോണ്ട് അടുത്ത പ്ലെയിന് കണ്ടോ? ഇപ്പൊ നമ്മള് 3ാമത്തെ പ്ലെയിൻ അല്ലേ കാണുന്നേ? 4 കണ്ടോ? മുമ്പേ 2 പോയി, ഇപ്പൊ 1 പോയി, പിന്നെ 2 പോയി. ഗൈസ് ഇവിടെ മുമ്പില് ടോളാണ്. ഇതിപ്പോ കെമ്പഗൌഡ ആയി. ഞങ്ങളാണെങ്കിൽ എന്താ ടോളില് പൈസ ഉണ്ടോന്ന് ബാലൻസ് നോക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളിപ്പോ എത്ര ഫ്ലൈറ്റ് കണ്ടെന്ന് നോക്ക്. അടുത്തത് പോകുന്നു. ഇതൊക്കെ ഇപ്പൊ ഇച്ചിരി കൊറേ പൊക്കത്തില്ല പോകുന്നത്. സാധാരണ ഈ വെളുപ്പിന്റെ സമയത്ത് വരുമ്പോ ഒത്തിരി താന്ന് അടുത്ത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഈ വരുന്ന വഴിക്ക് ഒരു ടോളേ ഉള്ളൂ. എത്ര രൂപ പോയെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം നമ്മളിപ്പം ഫോണിൽ റീചാർജ് ചെയ്തിട്ട് അങ്ങനെ കട്ടാവുകയാണല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവുകയാണല്ലോ. അല്ലാണ്ട് നമ്മൾ പൈസ കൊടുക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് എത്ര പൈസ പോയെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ തപ്പി 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 ഒരു ഹോട്ടൽ കണ്ടു ഗൈസ്, റെസ്റ്റോറന്റ് ശിവപ്രസാദ്. ഇവിടെ കയറി നമുക്കിനി എന്തെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. വിശന്ന് കുടല് കഴിയാറായി. അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാൻ ഹോട്ടലിൽ കിട്ടി ഗൈസ്. ഞങ്ങൾ ഇനിയും പോയി കഴിച്ചിട്ട് വരാം. അപ്പൊ ഇനി കഴിക്കാൻ പോയാലോ? ചക്കു തന്നെ ഇറങ്ങി സീറ്റിൽ നിന്ന്. അപ്പൊ നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. ചക്കുപ്പിക്ക് ഇഡ്ഡലിയും വടയും മതി. നിനക്ക് വട വേണ്ടായിരുന്നു? നീ പിന്നെ കഴിഞ്ഞ മറവാണോ പറഞ്ഞേ? ഞങ്ങൾ അങ്ങനെ കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ 2 സെറ്റ് പൂരിയും ഒരു ഇഡലിയുമാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പം ഒരു ടോള് കഴിഞ്ഞില്ലായിരുന്നോ? ആ ടോളിൽ ഒരു ടോളിൽ തന്നെ 120 രൂപ ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഇത് നല്ലൊരു റെസ്റ്റോറൻറ്റ്, കണ്ടിട്ട് നല്ലൊരു റെസ്റ്റോറൻ്റാണ്. നീറ്റൊക്കെയാണ്. ഫുഡ് എന്താ ഞങ്ങൾ പൂരിയായി പറഞ്ഞേക്കുന്നത്, നമുക്ക് കൊള്ളാവോ എന്നറിയില്ല. സമോസ ഉണ്ട്, പൂരി ഞാൻ റെഡി ആയിട്ടിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ആര് വിളിക്കുന്നു? കാട്ടാക്കും ഇവന് ഇവിടെ നിന്ന് ഗെയിം കളി കേട്ടോ. ഫോണിനകത്ത് ഒരു പഠിക്കുന്നൊരു ഗെയിമുണ്ട്. കളിക്കുന്ന ഫുള്ളും കളിയല്ല, ഈ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ പറ്റാത്തൊരു ഗെയിമില്ലേ, അതാണ് ഇനി കളിക്കുന്നത്. കാണാൻ പറ്റും നന്നായിട്ട്. ജയിച്ചു കേട്ടോ. ഇതാണ് എപ്പോഴും ഇരുന്ന് കളിക്കുന്ന ആശയം. ഇതിപ്പോൾ AC റൂം ആയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഇത്ര റേറ്റ് കേട്ടോ. നേരെ ഡബിളാണെന്ന് തോന്നുന്നു. ഫ്രണ്ടിലാണെങ്കിൽ കുറവായിരുന്നു. ഇഡ്ഡലി വന്നു. ഇഡ്ഡലി വന്നു. കൈ മാത്രപ്പോ അതിൻ്റെ ഇഡ്ഡലി, ചക്കൻ്റെ ഇഡ്ഡലി വന്നേ. തന്നെ എടുത്ത് തിന്നോ, ഞാൻ എടുക്കൂല. ഞങ്ങൾക്കുള്ള പൂരി വന്ന് ഒരു സെറ്റിൻ്റെ അകത്ത് 3 എണ്ണം വീതമുണ്ട്. പൂരി അതിനൊരു കറിയുണ്ട്. ബാജി കറി അല്ല, വേറെ റെഡ് കളറിലിരിക്കുന്ന എന്തോ ഒരു കറി. പിന്നെ ഒരു ചട്നിയുണ്ട്. ചക്കൂന് ഇഡലിയും, പിന്നെന്താ ചക്കൂന് ഇഡലിയും ചമ്മന്തി സാമ്പാർ. ഞാനും മുത്തും പൂരിയാണ് ഓർഡർ ചെയ്തേ. കൊള്ളാൻ മുടിയും. ചക്കൂൻ്റെ ഇഡലിയും കുഴപ്പമില്ല, നല്ല സോഫ്റ്റായിട്ട് ചെയ്തത്. ചക്കൂൻ്റെ ഇഡലിയും ചമ്മന്തി ഇത്രയും കൊണ്ടുണ്ട് ഇഡലി. ഇവനിവിടെ കളിയോടെ കളിയാണ്. ഞാൻ എൻ്റെ പൂരി കേട്ടോ ഗൈസ്.
നല്ല ബൊമ്മിരിക്കുന്ന പൊരി. എൻ്റെ ഫ്രണ്ടിൽ മറ്റേ ഐസ്ക്രീം ജ്യൂസും ചാട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. എന്ത് മേടിച്ചത്? ഐസ്ക്രീമോ? അയ്യ ഒരുങ്ങിയിരുന്നു. ഇപ്പോൾ തരാം. തരൂല്ലടാ. ഞങ്ങൾ അങ്ങനെ നന്ദി ഹിൽസിലോട്ടുള്ള വഴി കയറി. ചിക്കബെല്ലാപ്പൂർ എന്നാണ് സ്ഥലത്തിന്റെ പേര്. നേരത്തെ ഈ സമയത്ത് ആദ്യത്തെ ഞങ്ങൾ വരുന്നത് തിരിച്ചു വരുന്നത് സത്യം. ഇപ്പൊ ചെന്നാ അവിടെ പോകാൻ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ചുമ്മാ അങ്ങ് കയറി നടക്കാനുണ്ട്. അടുത്ത 2 മാസം കഴിഞ്ഞിട്ട് പോകണമെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ? മഴയൊക്കെ പെയ്ത് നല്ല കൂളായിട്ട് കിടക്കും. അയ്യോ നമുക്ക് ഇതിപ്പോ അകത്തോട്ട് ഉള്ളിലോട്ട് കേറിയപ്പോ ഒരു ഗ്രാമപ്രദേശം കൂടി 2 സൈഡിലും പാടവും മലയും അങ്ങനൊക്കെയാണ്. ഇത്രയും നേരം നമ്മൾ ഭയങ്കര തിരക്കിന്ന് അകത്തോട്ട് കയറിയപ്പോ നല്ലൊരു ഇതല്ലേ, നല്ലൊരു ഫീലിംഗ്. 2 സൈഡിലും ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ മാടക്കടകളും അങ്ങനെയൊക്കെ ഉണ്ട്. ഗ്രാമപ്രദേശം ഇത്. ഇനിയിപ്പോ ഇവിടെ ഇഷ്ടംപോലെ മുന്തിരിങ്ങയും കോണും അങ്ങനെയുള്ള സാധനങ്ങൾ. അതിപ്പോ ഈ സീസൺ ആണോന്ന് അറിയില്ലല്ലോ. എപ്പോഴും കാണുമല്ലോ ഇവിടെ. ഇനിയിപ്പോ അങ്ങോട്ട് റോഡെല്ലാം അടിപൊളി. നമ്മളുണ്ട് ആ മലയുടെ മണ്ട കയറി പോകണം. ഇനി ഇവിടെ ഫുള്ള് മലയും കുന്നും. ഇനി ഒരു പമ്പ് കഴിഞ്ഞിട്ടാ എല്ലാരും അവിടെ പോയിട്ട് തിരിച്ചു വരുവാ. ഞങ്ങളപ്പോ അങ്ങ് പോകുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഈ സമയത്ത് പോയിട്ടില്ല, കണ്ടിട്ടില്ല. എന്തായാലും ഇന്ന് ഞങ്ങള് ലേറ്റ് ആയിട്ട് ഫുള്ള് ഇന്ന് കറങ്ങി നടക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഇവിടെ മൊത്തം കറക്കാം. ഈ ഏരിയ ചിക്കബെല്ല മൊത്തം കറങ്ങിട്ടാ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങള് ലേറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം ഞങ്ങളെ ചക്കുപ്പി കുറെ ദിവസമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുവാണ്. ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്രയും നേരം ഉറക്കം വരുന്നുണ്ട്. എന്താ നടത്തില്ല, ഈ ട്രാഫിക്കിൽ കയറി ഇങ്ങനെ 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 എരഞ്ഞെറിഞ്ഞ് വരുമ്പോ നമുക്ക് നോർമലി ഉറക്കം വരും. ഈ മുത്ത് ഞങ്ങളെ ഉറക്കിയില്ല. ഞാൻ ഒന്ന് കണ്ണടച്ചു വന്നപ്പോഴത്തേക്ക് മുത്ത് ഒറ്റയടി. എന്റെ ഉറക്കം പോയില്ലായിരുന്നു. പിന്നെ ഹോട്ടലിൽ കയറി ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോ ഉറക്കം പോയി. കുഴപ്പമൊന്നുമില്ലായിരുന്നു. എയർപോർട്ടിന്റെ അവിടെ തന്നെയല്ലായിരുന്നു. അതുകൊണ്ട് അത്ര റേറ്റ്. 30 രൂപ വടക്ക് 60 രൂപ നേരെ ഡബിൾ. പൂരിക്കാണെങ്കിൽ 120 രൂപ. 60-70 രൂപ. 80 രൂപ കൂടിപ്പോ 80 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഒരു സെറ്റ് പൂരിക്ക്. ഇതാണെങ്കിൽ 120 രൂപ. ഫുഡ് കുഴപ്പമില്ല, നല്ല ഫുഡ്. ഫുഡൊന്നും കുഴപ്പമില്ല. പിന്നെ നല്ല സർവീസും നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലമൊക്കെ ആയിരുന്നു. ഇപ്പൊ ഉറങ്ങാൻ ഇച്ചിരി നേരം കൂടെ ഉള്ളൂ. നമ്മളിപ്പോ കുന്ന് കയറി മണ്ടേ പോയി ഇപ്പൊ സൂപ്പർ സ്ഥലത്തോട്ട് പോകല്ലേ. ഇന്ന് ചക്കുനെ അവിടെ ഫുള്ള് അറമാദിക്കാൻ വിടും. 2 സ്ഥലവും മരങ്ങളും പിന്നെ പൂവുള്ള മരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് നമ്പർ എഴുതി വെച്ചവിടെ. ഇത് വൃത്തികേടൊക്കെ വേണ്ടി നമ്പർ എഴുതി കൊണ്ടുവച്ചവിടെ. പിന്നാണെങ്കില് പിന്നെ ഇച്ചിരി മുന്നേ വരെ ഇതുണ്ടായിരുന്നു. എന്താ ഫുള്ള് ചക്കകള്, ഇഷ്ടം പോലെ ചക്കകള് വിൽക്കാനുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ അവിടുത്തെ ചക്കകള് അതൊക്കെ കുറഞ്ഞു തോന്നല്ലേ. ഹായ്, നല്ല യൂക്കാലിയുടെ മരം വരുന്നുണ്ട്. ഇത് 2 സ്ഥലം യൂക്കാലി മരങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അവിടെ അങ്ങ് വില്ലാള് കൂട്ടുണ്ട്. ഇത് ഫ്രാസ് അല്ലോ വില്ലാള് കൂട്ടും. നല്ല കിടക്കാച്ചി വ്യൂ, ഇഷ്ടംപോലെ മരവും പൂവും. ഇച്ചിരി പച്ചപ്പൊക്കെ ആയിരുന്നെങ്കിൽ വീട്ടിലെ വരുന്നതിന്. പച്ചപ്പാണല്ലോ. അല്ലേ, ഇച്ചിരി മഴയൊക്കെ പെയ്തിട്ട് കൂളായി. നമ്മൾ ഇത്ര നേരം ഉണങ്ങി വരേണ്ട കാലാവസ്ഥയെ ഇങ്ങോട്ട് കയറിയപ്പോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് നന്ദരത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഓരോരുത്തർ കയറിപ്പോയപ്പോ നമ്മള് ചോദിച്ചില്ല ഇവന്മാർക്ക് എന്താ പ്രാന്താണ് ഈ സമയത്ത് പോകാൻ. ഇപ്പൊ നമ്മളോ നട്ടുച്ച വെയിലത്ത് അവിടെ കയറി പോവാ. ഇനി ഇവിടുന്ന് ഞങ്ങള് വേറെ കുറെ സ്ഥലത്ത് പോകുന്നുണ്ട്. അത് ഞങ്ങൾ ഓരോ വീഡിയോ ഇട്ടിടാം. എല്ലാം കൂടെ ഓരോന്നിനും ഞങ്ങൾ ഇടുന്നില്ല. പിന്നെ ഇതിന്റെ ബാക്കിയായിട്ടൊന്നുമല്ല, പക്ഷെ ഞങ്ങൾക്ക് 3 പേർക്കും സെയിം ഡ്രസ് ആയിരിക്കും. ഡ്രസ് മാറുന്നത് വൺഡേ ആയതുകൊണ്ട് എത്ര വീഡിയോ കാണുന്നത് പറയാം. 1 2 3 4 വീഡിയോ മിക്കവാറും നിങ്ങൾ ഇതേ സെയിം ഡ്രസ്സിൽ കാണേണ്ടി വരും. നിങ്ങൾ ക്ഷമിക്കുക ഗൈസ്. ഇവിടെ നല്ല മല, നമുക്ക് ആ മലയുടെ മണ്ടയ്ക്ക് തോന്നുന്നു കേറണ്ടേ കേട്ടോ. കണ്ടോ, കുഞ്ഞ് ക്യാമറയ്ക്ക് നോക്കണം. റീൽസും എല്ലാം വരുവാണ് നോക്കണം. അടിപൊളിയായിരിക്കും. തക്കുപ്പി ഞാൻ ആൽമരം, 2 വലിയ ആൽമരം കണ്ടാ. ബെനീൻ ട്രീയുടെ പേര് ആൽമരം. 2 സൈഡിൽ കുഞ്ഞ ആൽമരം. അവിടെ പറയും ഫുള്ള് പേരായിട്ട് ചെയ്യുന്നു. രസമുണ്ടല്ലേ, മഴ ഇങ്ങനെ റോഡിലോട്ട് ഇങ്ങനെ പടർന്ന് കിടക്കുമ്പോ കാണാൻ രസമുണ്ട്.
ഇത് ഫുള്ള് പക്ക അവിടുത്തെ മലയും ഇവിടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലതല്ലേ. നല്ല കുറെ മഞ്ഞപ്പൂള്ള മരവും കറുത്ത വലിയൊരു മലയും. മുന്തിരിങ്ങയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് സൈഡില്. ആ നീ അല്ല സീസൺ അല്ലേ അതുകൊണ്ട് ഇഷ്ടം പോലെ ഏതൊക്കെ കളർ വേണം അതിൻ്റെ കിട്ടും. പക്ഷെ ഇവിടുന്ന് മേടിച്ചിട്ട് പോകുന്ന മുന്തിരിങ്ങ നല്ല മധുരമാണ്. മധുരമുണ്ട്. അത് ഈ വീട്ടുകാർ തന്നെ ഉണ്ടാക്കുന്നതാന്ന് തോന്നുന്നു, അല്ലാണ്ട് ഉണ്ടാക്കുന്നേ അവര് കൃഷി ചെയ്യുന്നതാന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം മുന്തിരിപ്പാടാണ്. പക്ഷെ അത് എവിടാടാ? നമ്മള് ഇനി അടുത്ത പോകുന്ന വഴി അല്ല, നമ്മള് മറ്റേ ശിവന്റെ അമ്പലത്തിൽ പോകുന്നില്ലേ? എന്തുവാ ശിവന്റെ അമ്പലമല്ലല്ലോ, ആദിയോഗി. ആ വഴിക്കാണ് ഇരിക്കുന്നത്. പണ്ട് നമ്മള് വന്ന് ലാസ്റ്റ് ടൈം വന്നപ്പോ ഇവിടെ തൊട്ട് ബ്ലോക്കിൽ കിടക്കുമല്ലായിരുന്നോടാ? ഇവിടെ ആയിരുന്നു അങ്ങോട്ട് കേറി ആ വളവ് കഴിയുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എത്ര നേരം ഇവിടെ കിടന്നിട്ട് ആ ടേണിങ് കയറിയത് നമ്മള്. ഇവിടുന്ന് വലത്തോട്ട് പോകുന്ന ഈ ലോറി പോകുന്ന വഴി നമ്മുടെ ആദിയോഗി, നമ്മുടെ ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന വഴി നന്ദി ഹിൽസിലോട്ട് പോകണം. ഓ ഇങ്ങോട്ട് കയറിയപ്പോ പുള്ളി മല കണ്ടോ? മല ഇപ്പൊ